നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടുതൽ എനർജറ്റിക് ആയിട്ടും കൂടുതൽ ആരോഗ്യപരമായിട്ടിരിക്കാനും നമ്മളെ അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യമായിട്ടുള്ള ഉറക്കം ലഭിക്കുക എന്നുള്ളത്. ഒരേ സമയത്ത് ഉറങ്ങി എന്നും ഒരേ സമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എപ്പോഴും രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഒരു 10 മണി ആ ഒരു സമയത്തൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ ഹെൽത്തിന് അത് വളരെയധികം നല്ലതാണ്. മാത്രമല്ല, അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആവാനും കൂടുതൽ കോൺസെൻട്രേഷൻ ലഭിക്കാനും കൂടുതൽ എനർജറ്റിക് ആവാനും ഫിസിക്കലി നമ്മൾക്ക് നമ്മുടെ ശരീരം കൂടുതൽ ഹെൽത്തി ആവുന്നതായിട്ടും ഒക്കെ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, നമ്മുടെ രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സിർക്കാഡിയൻ ഋതം, അതായത് ഉറക്കം ഉണർവ് ചക്രം, ഇതാണ് സിർക്കാഡിയൻ ഋതം എന്ന് പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും. അതും വളരെയധികം നല്ലതാണ്. മാത്രമല്ല, ഈ ഉറക്കം പ്രോപ്പറായിട്ട് നടക്കുമ്പോൾ മെൻ്റലി നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ, ഡിപ്രഷൻ ഇവയൊക്കെ ഒരു പരിധി വരെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല, പ്രോപ്പറായിട്ട് ഉറക്കം ലഭിക്കുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ മെച്ചപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് റെഗുലറായിട്ടുള്ള ഉറക്കം മസ്റ്റാണ്. മുതിർന്നവരിൽ ഏകദേശം ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം കൃത്യമായിട്ട് ലഭിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് അവരുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. കുട്ടികൾക്കും നല്ല രീതിയിൽ ഉറക്കം ലഭിക്കണം. പകൽ മുഴുവൻ ഉറങ്ങുന്ന കാര്യമല്ല, രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. മാനസികമായിട്ടും വരും, ശാരീരികമായിട്ടും വരും. മാത്രമല്ല, നമ്മൾ ദിവസേന ഒരുപാട് ഈ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. TV, മൊബൈൽ, ലാപ്ടോപ്പ് ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കുറേ സ്ട്രെസ്സ് വന്നു ചേരുന്നുണ്ട്. ഈ മൊബൈലിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ ഉള്ള നെഗറ്റീവായിട്ടുള്ള കുറേ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കുമ്പം ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ കാണാറുണ്ട്. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു സ്ട്രെസ്സ് ഉണ്ടാക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനായിട്ട് കുറച്ച് സമയം ഒരു പ്രകൃതിയുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക, പുറത്തിറങ്ങി നടക്കുക. തുറസായ സ്ഥലത്ത് പുറത്തിറങ്ങി നടക്കുന്നതൊക്കെ നന്നായിരിക്കും. മാത്രമല്ല, സിറോട്ടോണിൻ, ഡോപ്പാമിൻ ഇങ്ങനെയുള്ള സന്തോഷം തരുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുവഴി നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കും. അതുകൊണ്ട് ഒരു 30 മിനിറ്റ്സ് എങ്കിലും പ്രകൃതിയുമായിട്ട് ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക. മറ്റൊന്നാണ് റെഗുലറായിട്ടുള്ള വാക്കിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ളവർക്ക് റെഗുലറായിട്ട് ഒരു 45 മിനിറ്റ്സ് നടക്കുന്നത് വളരെയധികം ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. മാത്രമല്ല, ഫിസിക്കലി നമുക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ്. അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് ശരീരത്തിൽ നിന്നും ബേൺ ചെയ്ത് കളയാൻ ഇത് സഹായിക്കും. നമ്മുടെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കും. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് റെഗുലറായിട്ട് നടക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ബ്രീത്തിങ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാനും ഒക്കെ അത് സഹായിക്കും. മാത്രമല്ല, നമ്മുടെ റെഗുലറായിട്ട് നടക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു വെൽബീയിങ്ങിന് അത് വളരെയധികം ഗുണം ചെയ്യും. നടക്കുന്നതും നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാനും, സ്ട്രെസ് ഹോർമോൺസ് ഇല്ലാതാക്കാനും, അതുപോലെ നമ്മുടെ സെറോട്ടോണിൻ, ഡോപ്പാമിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കാനും ഒക്കെ സഹായിക്കും. മാനസികമായിട്ട് കൂടുതൽ എനർജി നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് റെഗുലറായിട്ടുള്ള നടത്തം. അതും ഒരു 45 മിനിറ്റ്സ് റെഗുലറായിട്ട് നടക്കാൻ സമയം കണ്ടെത്തുക. നമ്മൾ ഒരുപാട് സമയം നമ്മുടെ മറ്റു ജോലികൾക്ക് വേണ്ടിയും എല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും സെൽഫ് കെയറിങ്ങിന് വേണ്ടിയിട്ടും നമ്മളുടേതായിട്ടുള്ള ഒരു സമയം കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കണം. ദിവസവും ഒരു 30 മിനിറ്റ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഇച്ചിരി നേരം പ്രകൃതിയുമായിട്ട് ചിലവഴിക്കുന്നതൊന്നും ഒരു സമയം ഇല്ലയെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. സെൽഫായിട്ട് കൂടുതൽ ഹെൽത്തി ആയിട്ടിരുന്നാൽ, മാനസികവും ശാരീരികവുമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് മറ്റുള്ളവരെയും പ്രോപ്പറായിട്ട് നമുക്ക് കെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ടൈം എപ്പോഴും കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഒരുപാട് തിരക്കുള്ള ജോലികൾക്കിടയിലും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണം.
അതുപോലെ തന്നെ ബുക്സ് വായിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ലോങ് ടേം, ഷോർട്ട് ടേം മെമ്മറിയൊക്കെ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷൻ അത് നല്ലതാണ്. കോഗ്നേറ്റീവ് ഫങ്ഷനൊക്കെ നന്നായിട്ട് നടക്കാൻ അത് സഹായിക്കും. എന്തെങ്കിലും ഒരു പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കുന്നതോ അല്ലെങ്കിൽ പുതിയ പുതിയ ലാംഗ്വേജസ് പഠിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നതോ അതെപ്പോഴും ബ്രെയിനിന് വളരെയധികം നല്ലതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കുറച്ച് സമയം നല്ല എന്തെങ്കിലും ബുക്സ് വായിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വായിക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അത് ബ്രെയിനിന് മാത്രമല്ല, നമ്മൾ വായിക്കുമ്പോൾ അതിലുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷൻ നന്നായിട്ട് നടക്കും. അതുകൊണ്ട് റെഗുലറായിട്ടൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഒക്കെ എന്തെങ്കിലും ഒന്ന് വായിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കുറച്ച് സമയം വായിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. എപ്പോഴും നമ്മൾ മൊബൈൽ നോക്കി വായിക്കും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കും, ലാപ്ടോപ്പ് നോക്കി വായിക്കാറുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു ബുക്ക് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വെച്ച് വായിക്കണം. ഒരു ബുക്ക് എടുത്ത് റെഗുലറായിട്ട് വായിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, ഇങ്ങനെ റെഗുലറായിട്ട് വായിക്കുന്നത് നമ്മൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള ഓർമ്മക്കുറവ് ഇല്ലാതാക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കാൻ സഹായിക്കും. മാത്രമല്ല, കഴിഞ്ഞു പോയ പാസ്റ്റിനെ കുറിച്ചുള്ള ചില ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലറായിട്ട് മെഡിറ്റേഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ, മാനസികമായിട്ട് ഏകാഗ്രമായിട്ടിരിക്കാൻ സഹായിക്കുന്ന മെഡിറ്റേഷൻ, കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ എപ്പോഴും സോഷ്യലി ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, സാമൂഹികമായിട്ട് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരോടും, ചുറ്റിനുമുള്ള എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറാനും പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറാനും ഒക്കെ ശ്രമിക്കുക. ഇത് വളരെയധികം ചേഞ്ചസ് മാനസികമായിട്ട് നമുക്ക് തരും. അത് നമുക്ക് എന്തുകൊണ്ട് എന്ത് ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ പോലും ശരിക്കും അത് നല്ല രീതിയിൽ വ്യത്യാസം കൊണ്ടുവരും. മാനസികമായിട്ട് കൂടുതൽ നമ്മളെ എമ്പത്തറ്റിക് ആക്കും. മാത്രമല്ല, ഒരു സോഷ്യൽ കണക്റ്റഡ്നെസ് ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരും. കൂടുതൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒരുപാട് കുറയാൻ അത് സഹായിക്കും. ചെറിയ ചെറിയ ടെൻഷൻസൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഇങ്ങനെ മറ്റുള്ളവരോട് സ്നേഹത്തോടെയും പുഞ്ചിരിച്ചുകൊണ്ടും ഒക്കെ പെരുമാറുമ്പോൾ അത് സഹായിക്കും. അതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും മൊബൈലിലും TV, ലാപ്ടോപ്പ് ഈ ഒരു ആ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെ വല്ലപ്പോഴും ഒരു ബ്രേക്ക് എടുത്ത് ഈ സോഷ്യൽ മീഡിയയും ഒക്കെ ഒന്ന് കഴിവതും അധികമായിട്ട് യൂസ് ചെയ്യാതെ അതൊക്കെ ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെച്ച് നിർത്തുമ്പോൾ നമ്മൾക്ക് കുറേ ഒരു മെൻ്റലി ഉത്സാഹം, ഉന്മേഷമൊക്കെ വരുന്നതായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം അതുവഴി നമുക്ക് ലാഭിക്കാം. മാത്രമല്ല, കൂടുതൽ ഫോക്കസ്ഡ് ആവാനും കോൺസെൻട്രേഷൻ ലഭിക്കാനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമൊന്നും ബ്രേക്ക് എടുത്തില്ലെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഇങ്ങനത്തെയുള്ള സ്ക്രീൻ ടൈം ഒഴിവാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പ്രത്യേകിച്ച് മൊബൈൽ, ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിർത്തുന്നതായിരിക്കും നല്ലത്. അത് ഉറക്കം മെച്ചപ്പെടുത്താനും സഹായിക്കും. നമ്മൾ രാത്രിയിൽ ഇങ്ങനെ മൊബൈൽ നോക്കി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം നോക്കിയിരുന്നാൽ അടുത്ത ദിവസം അതിൻ്റെ കൂടുതൽ സമയം നോക്കിയിരിക്കാൻ നമുക്ക് തോന്നും. നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും. മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെയും അപ്പോൾ അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ എപ്പോഴും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പല ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെയോ അല്ലെങ്കിൽ മിനറൽസിൻ്റെയോ omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ കുറഞ്ഞാലും ഇങ്ങനെ സ്ഥിരമായിട്ട് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിക്കണം. ധാരാളമായിട്ട് പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലക്കറികൾ ധാരാളം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നട്ട്സുകൾ, omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ നട്ട്സിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇത് മൊത്തത്തിലുള്ള ഒരു ബീയിങ്ങിന് ഇത് നല്ലതാണ്. കാരണം റെഗുലറായിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറച്ചൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ള ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ സാധിക്കും.
പലപ്പോഴും ഈ സിങ്കിൻ്റെ കുറവ്, മാഗ്നീഷ്യത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഇവയൊക്കെ കുറഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം, സോഡിയം ഇവയൊക്കെ കുറയുമ്പോഴും മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് കുറച്ചൊക്കെ കൺട്രോളിൽ കൊണ്ട് നിർത്താൻ സാധിക്കും. മാത്രമല്ല ഫിസിക്കലിയും ഹെൽത്തി ആയിട്ടിരിക്കാൻ അതായിരിക്കും നല്ലത്. പിന്നെ എപ്പോഴും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അമിതമായിട്ട് വെള്ളം കുടിക്കണം എന്നല്ല, പ്രത്യേകിച്ച് കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ചിലവർക്ക് അമിതമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല. എങ്കിലും റെഗുലറായിട്ട് നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. ഇത് ഡീഹൈഡ്രേഷൻ ഇല്ലാതാക്കാനും സഹായിക്കും. മാത്രമല്ല ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് മെൻ്റലി ഒരുപാട് സ്ട്രെസ്ഡ് ഫീലിംഗ് വരും. മാത്രമല്ല ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാലും ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല നമുക്കത് ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. മാത്രമല്ല ആവശ്യത്തിന് വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും വേണ്ടാത്ത ടോക്സിൻസും വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ പുറന്തള്ളാൻ അത് സഹായിക്കും. അല്ല, പ്ലാസ്റ്റിക് ബോട്ടിൽ അധികം യൂസ് ചെയ്യാതെ ശ്രമിക്കുക. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മദ്യപാനം, പുകവലിയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്തുക. മദ്യപാനം ഹൈ BP കാരണമാവാം, പ്രമേഹം വരുന്നതിന് കാരണമാകാം, അമിതമായിട്ട് കുടവയറ് വരുന്നതിന് കാരണമാകാം, കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് കാരണമാവാം, കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് മദ്യപിക്കുന്നവർക്ക്. അതുപോലെ തന്നെ പുകവലി നമ്മുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഒക്കെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഒരു പരിധിവരെ പുകവലി, മദ്യപാനം ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇത് മൊത്തത്തിലുള്ള ഒരു വെൽബീയിങ്ങിന് അതായിരിക്കും നല്ലത്. മാത്രമല്ല അമിതമായിട്ട് മദ്യപാനിക്കുന്നവർക്ക് ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് കുറയും. നമ്മൾ ഭക്ഷണം കഴിച്ചാലും അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യില്ല ശരിയായിട്ട് ശരീരത്തിലേക്ക്. അതുകൊണ്ട് പുകവലി, മദ്യപാനം ഇവയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. മാത്രമല്ല ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ പുകവലി ഒരു കാരണമാവാറുമുണ്ട്. കൂടുതലും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതിലാകുമ്പം കൂടുതലായിട്ട് വൈറ്റമിൻസ്, മിനറൽസ്, സിങ്ക്, അതുപോലെ ഫൈബർ കണ്ടൻറ്റ് ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുടലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡുകളായിരിക്കും. ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, സീഡ്സ് ഇവയൊക്കെ കഴിക്കുന്നത് പല ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു വെൽബീയിങ്ങിന് അതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള സമയം ചെലവഴിക്കുക. നമുക്ക് ചുറ്റിനും പോസിറ്റിവിറ്റി നിറയ്ക്കുന്നവരുമായിട്ട്, നമ്മളെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിക്കുന്നവരുമായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മളിലേക്ക് തരുന്നവരുമായിട്ടൊക്കെ സമയം ചിലവഴിക്കുക. അപ്പോൾ അത് മാനസികമായിട്ട് നമുക്ക് റിലാക്സ്ഡ് ആവാൻ അത് സഹായിക്കും. മാത്രമല്ല ഒരു സോഷ്യലി കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സെറോട്ടോണിൻ, ഡോപാമിൻ ഈ ഹോർമോണിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ ശരിയായിട്ട് നടക്കുകയും ആൻസൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. മനസ്സ് തുറന്ന് ഓപ്പണായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നവരോട്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ലതായിരിക്കും. അതും നമ്മൾ മെൻ്റലി ഒന്ന് ഫ്രീ ആക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും ഹോബീസ് കണ്ടെത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്തുടരുന്നത് നന്നായിരിക്കും. അത് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. മാനസികമായിട്ട് അത് നമുക്കൊരു സന്തോഷം തരും, സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ മെൻ്റലിയും ഫിസിക്കലിയും നമ്മളെ അത് ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്നുള്ളൊരു മോചനം ലഭിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതും നന്നായിരിക്കും. അതും ബോത്ത് മെൻ്റലി ഫിസിക്കലി നമുക്കത് വളരെയധികം ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതെന്താണെന്ന് കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെറിയ മാറ്റങ്ങളാണ്, നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുമാണ്. പക്ഷേ ഈ ചെറിയ മാറ്റങ്ങൾ, അതായത് ഉറക്കം, ഭക്ഷണം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. എന്നാൽ റെഗുലറായിട്ട് നമ്മളിതൊന്നും അത്ര കാര്യമായിട്ട് ഫോളോ ചെയ്യാത്ത കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിലൊക്കെ റെഗുലറായിട്ട് ഇതിനൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.